Good morning. Today we are going to discuss standard penetration test. We have already discussed about the topic methods of site exploration. Various methods of site exploration are open excavation, borings, geophysical methods and finally subsurface soundings. Through previous videos, we have discussed open excavation, borings and geophysical methods. Then we want to discuss subsurface soundings. So, penetration and sounding test involve measurement of resistance to penetration of split spoon or a cone or any other shaped tools under dynamic or static loading. നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിലായിട്ട് ഓപ്പൺ എക്സ്കവേഷനും ബോറിങ്ങും ജിയോഫിസിക്കൽ മെത്തേഡ്സും ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സബ് സർഫസ് സൗണ്ടിങ്സ് ആണ്. സ്പ്ലിറ്റ് സ്പൂണ് അല്ലെങ്കിൽ ഒരു കോണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഷേപ്പിലുള്ള ഒരു ടൂള്, ഇതിന് പെനട്രേഷൻ ഉള്ള റെസിസ്റ്റൻസ് ആണ് പെനട്രേഷൻ റെസിസ്റ്റൻസിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത്. Before that, for what purposes we are doing penetration and sounding test? These are used for general exploration of erratic soil profiles. What are erratic soil profiles? എന്താണ് erratic soils profiles എന്ന് പറഞ്ഞാൽ? വക്രഗതിയിലുള്ള സോയിൽ പ്രൊഫൈൽസ്, അതായത് ഒന്നുകൂടെ കോംപ്ലക്സിറ്റി ഇൻവോൾവ്ഡ് ആയിട്ടുള്ള സോയിൽ പ്രൊഫൈൽസിനെ പറയുന്ന പേരാണ് erratic soil profiles. ഇറാറ്റിക് സോയിൽ പ്രൊഫൈൽസിന്റെ ജനറൽ എക്സ്പ്ലോറേഷന് വേണ്ടിയാണ് നമ്മൾ പെനട്രേഷൻ ടെസ്റ്റും സൗണ്ടിങ് ടെസ്റ്റ് എല്ലാം ഉപയോഗിക്കുന്നത്. ത്രൂ ദി ടെസ്റ്റ് വി ആർ ഫൈൻഡ് ഔട്ടിംഗ് ഡെപ്ത് ടു ബെഡ് റോക്ക് ആൻഡ് ഓൾസോ വി ആർ ഒബ്റ്റൈനിങ് സ്ട്രെങ്ത് പാരാമീറ്റേഴ്സ് ആൻഡ് അതർ പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽ. The method can be used especially in cohesionless type of soil where it is difficult to obtain undisturbed soil samples. ബെഡ് റോക്കിലോട്ടുള്ള ഡെപ്ത് കണ്ടുപിടിക്കാൻ, അതുപോലെ സ്ട്രെങ്ത് പാരാമീറ്റേഴ്സിനെ കുറിച്ചൊരു ഐഡിയ കിട്ടാൻ, സോയിലിന്റെ മറ്റു പ്രോപ്പർട്ടീസ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയെല്ലാം നമ്മൾ പെനട്രേഷൻ ടെസ്റ്റും സൗണ്ടിങ് ടെസ്റ്റും ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ കോഹഷൻലെസ് സോയിൽസിൽ നമുക്ക് അൺഡിസ്റ്റർബ്ഡ് സോയിൽ സാമ്പിൾസ് കിട്ടുക വളരെയധികം ബുദ്ധിമുട്ടാണ്. അത്തരം സാഹചര്യങ്ങളിലും നമ്മൾ പെനട്രേഷൻ ടെസ്റ്റ് ഉപയോഗപ്പെടുത്തി വരുന്നുണ്ട്. There are commonly used two penetration tests. Those are standard penetration test and cone penetration test. In this section, we are going to discuss standard penetration test in detail. Standard penetration test according to IS Indian Standard 2001-131-1981. So, we can go through the procedure. First, mark the location where the test has to be conducted. Then make a borehole of diameter 55 to 150 mm up to a depth where the test has to be carried out. ടെസ്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ലൊക്കേഷൻ ആദ്യം മാർക്ക് ചെയ്യുക. ആ ലൊക്കേഷനിൽ നമ്മൾ 55 തൊട്ട് 150 mm വരെ ഡയമീറ്റർ ഉള്ള ഒരു ബോർഹോള് മേക്ക് ചെയ്യുക. Then assemble the experimental setup. It consists of a tripod. The tripod having 3 legs. 2 legs are of hollow sections and 1 leg is solid. Tripod is centered by adjusting legs. Legs adjust ചെയ്തിട്ട് ട്രിപ്പോഡിനെ സെന്റർ ചെയ്യുക. So that hook suspended from the pulley is over the borehole and then anchor the legs firmly. ട്രിപ്പോഡിന്റെ ലെഗ്സ് നമ്മൾ സെന്റർ ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിയിൽ തൂങ്ങിക്കിടക്കുന്ന ഹൂക്ക് നേരെ ബോർഹോളിന്റെ മുകളിലായിട്ട് വരും. അങ്ങനെ ഒരു സിറ്റുവേഷൻ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ലെഗ്സ് നന്നായിട്ട് ആങ്കർ ചെയ്യുക. ഇൻ ദിസ് ടെസ്റ്റ് വി ആർ യൂസിംഗ് ദി സാമ്പിളർ സ്പ്ലിറ്റ് സ്പൂൺ സാമ്പിളർ. സ്പ്ലിറ്റ് സ്പൂൺ സാമ്പിളർ, that is we have already discussed in case of samplers. It is having an outside diameter of 50.8 mm and an inside diameter of 35 mm. Clean split spoon sampler and assemble it. That is, the split spoon sampler can be split into 2 parts. Then clean it, then join it. The sampler is connected to drive rod and is lowered to borehole.
സാമ്പിളറിനെ ഡ്രൈവ് റോഡുമായിട്ട് കണക്ട് ചെയ്യുക. എന്നിട്ട് ബോർ ഹോളിലോട്ട് ഡ്രൈവ് റോഡിനെ താഴ്ത്തുക. ഇൻസേർട്ട് എ സെൻട്രിക് ഗൈഡ് ടു കീപ് ഡ്രൈവ് റോഡ് വെർട്ടിക്കൽ ആൻഡ് ഫിക്സ് ഇറ്റ് ഓൺ ദി ഗ്രൗണ്ട്. ഡ്രൈവ് റോഡിനെ വെർട്ടിക്കൽ പൊസിഷനിൽ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു സെൻട്രിക് ഗൈഡ് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ഈ സെൻട്രിക് ഗൈഡിനെ ഗ്രൗണ്ടിൽ ഫിക്സ് ചെയ്യുകയും ചെയ്യുക. മാർക്ക് ദി ഹൈറ്റ്സ് 15 cm, 30 cm and 45 cm above the centric gate over drive road. സെൻട്രിക് ഗൈഡിന്റെ മുകളിൽ ഡ്രൈവ് റോഡിലായിട്ട് നമ്മൾ 15 cm ഡിസ്റ്റൻസ്, 30 cm ഡിസ്റ്റൻസ്, അതുപോലെ 45 cm ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. Then connect a drive head having a mark of 75 cm to the drive road. എന്നിട്ട് ഒരു ഡ്രൈവ് ഹെഡ്, അതിലൊരു 75 cm മാർക്ക് ഉണ്ടായിരിക്കും. ഇതിനെ ഡ്രൈവ് റോഡുമായിട്ട് കണക്ട് ചെയ്യുക. Lower the rope and hammer chain is hooked to it. ട്രിപ്പോഡിൽ റോപ്പിനുള്ള അറേഞ്ച്മെന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. അപ്പൊ റോപ്പ് ലോവർ ചെയ്തിട്ട് അതിൽ ഹാമർ ചെയിൻ ഹുക്ക് ചെയ്ത് കൊടുക്കുക. Raise hammer up to 75 cm mark and allow it fall freely. ഹാമറിനെ നമ്മുടെ ഡ്രൈവിംഗ് ഹെഡിലുള്ള 75 cm മാർക്ക് വരെ ഉയർത്തുക. എന്നിട്ട് അവിടെ നിന്നും ഫ്രീ ഫാൾ ചെയ്യാൻ അലൗ ചെയ്യുക. സാമ്പിളർ ഈസ് ഫസ്റ്റ് ഡ്രിവൺ ത്രൂ സോയിൽ ബൈ 15 cm. It is considered as seating drive. Then continue driving for next 30 cm and record number of blows for each 15 cm. ആദ്യം സാമ്പിളറിനെ 15 cm ഡ്രൈവ് ചെയ്യുക. ഈ ഒരു 15 cm നമ്മൾ സീറ്റിംഗ് ഡ്രൈവ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതിനുശേഷം 30 cm ഡ്രൈവ് ചെയ്യുക. ഓരോ 15 cm നമ്മൾ നമ്പർ ഓഫ് ബ്ലോസ് കൗണ്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ penetration resistance is defined as the number of blows required to drive sampler 30 cm beyond seating drive. സീറ്റിംഗ് ഡ്രൈവിന് ശേഷം 30 cm സാമ്പിളിനെ ഡ്രൈവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നമ്പർ ഓഫ് ബ്ലോസ്, ഹാമറിന്റെ നമ്പർ ഓഫ് ബ്ലോസിനെ പറയുന്ന പേരാണ് penetration resistance, and it is represented by the letter capital N. Usually number of blows is equal to 100. If necessary we can use a value higher than 100. സാധാരണയായിട്ട് ഒരു 100 നമ്പർ ഓഫ് ബ്ലോസ് വരുന്നത് പെനട്രേഷൻ റെസിസ്റ്റൻസിന്. ചില കേസസിൽ 100നേക്കാൾ കൂടുതൽ ആവശ്യമായിട്ട് വരാറുണ്ട്. ആ ഒരു കേസിൽ നമുക്ക് എത്രയാണോ ആവശ്യം അത്രയും നമ്പർ ഓഫ് ബ്ലോസ് ഉപയോഗിക്കാവുന്നതാണ്. For taking out sampler, we are given number of blows in reverse direction. Then open the sampler and we can examine it. Here we are obtaining a sample of disturbed sample. സാമ്പിളറിനെ പുറത്തെടുക്കാൻ നമ്മൾ റിവേഴ്സ് ഡയറക്ഷനിലാണ് നമ്പർ ഓഫ് ബ്ലോസ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. എന്നിട്ട് സാമ്പിളർ തുറക്കുക. അതിൽ നിന്നും സാമ്പിൾ എടുത്ത് നമുക്ക് എക്സാമിൻ ചെയ്യാവുന്നതാണ്. ഇവിടുത്തെ സാമ്പിൾ ഡിസ്റ്റർബ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകും. The method is suitable for sandy soils do not having gravel or rocky strata. സാൻഡി സോയിൽസിലാണ് ഈ മെത്തേഡ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അവിടെ ഗ്രാവലോ റോക്കി സ്ട്രാറ്റയോ ഉണ്ടാകാൻ പാടില്ല. Here the equation for corrected penetration resistance N dash is given as C suffix N into N. Here the correction is applied for overburden pressure and water table. Overburden പ്രഷറിനും വാട്ടർ ടേബിളിനുമാണ് നമ്മളിവിടെ കറക്ഷൻ അപ്ലൈ ചെയ്തിട്ടുള്ളത്. Where N is the penetration resistance obtained, N dash is the penetration resistance corrected for overburden pressure and water table. Cn is the correction factor obtained from the chart. If strata consists of silt and sand below water table and for N greater than 15, corrected penetration resistance MC is equal to 15 plus half into N minus 15. വാട്ടർ ടേബിളിന് താഴെയുള്ള സ്ട്രാറ്റത്തിൽ സിൽറ്റ് അല്ലെങ്കിൽ സാൻഡ് കാണുന്നുണ്ടെങ്കിൽ അവിടെ ഉപയോഗിക്കാൻ കഴിയുന്ന പെനിട്രേഷൻ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. By calculating penetration resistance, we are obtaining following soil properties. Consistency,
relative density, angle of shearing resistance, unconfined compressive strength, allowable bearing capacity, and probable settlement. പെനട്രേഷൻ റെസിസ്റ്റൻസ് വാല്യൂ n കണ്ടുപിടിക്കുന്നതിലൂടെ നമുക്ക് ഇത്രയും സോയിലിന്റെ പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.